1941 ആഗസ്റ്റ് 14-ന് അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? FD റൂസ്വെൽറ്റ്, വിൻസ്റ്റൺ ചർച്ചിൽ. 1941 ആഗസ്റ്റ് 14-ന് അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത് FD റൂസ്വെൽറ്റ്, വിൻസ്റ്റൺ ചർച്ചിൽ. 1905-ലെ റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവ് ഫാദർ ഗപ്പൂൺ. 1905-ലെ റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവ് ഫാദർ ഗപ്പൂൺ. തിരുവിതാംകൂറിൽ ആദ്യമായി പതിവ് കണക്ക് എന്ന വാർഷിക ബഡ്ജറ്റ് സമ്പ്രദായം കൊണ്ടുവന്നതാരാണ്? മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ ആദ്യമായി പതിവ് കണക്ക് എന്ന വാർഷിക ബഡ്ജറ്റ് സമ്പ്രദായം കൊണ്ടുവന്നതാരാണ്? മാർത്താണ്ഡവർമ്മ. തിരുനെൽവേലിയിലെ ബ്രിട്ടീഷ് കളക്ടറായിരുന്ന മിസ്റ്റർ ആഷയെ വധിച്ചത് ആരാണ്? വാഞ്ചി അയ്യർ. തിരുനെൽവേലിയിലെ ബ്രിട്ടീഷ് കളക്ടറായിരുന്ന മിസ്റ്റർ ആഷയെ വധിച്ചത് വാഞ്ചി അയ്യർ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തുറന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് തുടക്കമിട്ടത് ആര്? PV നരസിംഹറാവു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തുറന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് തുടക്കമിട്ടത് ആരാണ്? PV നരസിംഹറാവു. ഇന്ത്യയിലെ നിത്യഹരിത വിപ്ലവത്തിന്റെ സ്ഥാപകൻ MS സ്വാമിനാഥൻ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ സ്ഥാപകൻ ആരാണ്? MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ചർച്ച ചെയ്യുന്നത്? ഭാഗം 3. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉള്ളത്? ഭാഗം 3. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങൾക്ക് കീഴിൽ ഉൾപ്പെടുത്തിയത്? 86-ാം ഭരണഘടനാ ഭേദഗതി നിയമം 2002. അപ്പം ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങൾക്ക് കീഴിൽ ഉൾപ്പെടുത്തിയത്? 2002-ലെ 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 ഏതൊക്കെ കാരണങ്ങളാൽ വിവേചനം നിരോധനത്തിനെ കുറിച്ച് പറയുന്നു? മതം, വംശം, ജാതി, ലിംഗം, ജനനസ്ഥലം. ഇന്ത്യൻ ഭരണഘടനയുടെ 15-ാം ആർട്ടിക്കിൾ ഏതൊക്കെ കാരണങ്ങളാൽ വിവേചനം പാടില്ല അല്ലെങ്കിൽ നിരോധിക്കുന്നു? മതം, വംശം, ജാതി, ലിംഗം, ജനനസ്ഥലം. 73, 74 ഭരണഘടനാ ഭേദഗതികൾ എന്തിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും. 73, 74 ഭരണഘടനാ ഭേദഗതികൾ എന്തിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും. പൊതു താൽപര്യ ഹർജികൾ എവിടെയൊക്കെ ഫയൽ ചെയ്യാം? സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും. പൊതു താൽപര്യ ഹർജികൾ നമുക്ക് എവിടെയൊക്കെ ഫയൽ ചെയ്യാം? സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നമുക്ക് ഫയൽ ചെയ്യാം. ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിന് കീഴിൽ എത്ര ഔദ്യോഗിക ഭാഷകൾ അംഗീകരിച്ചിട്ടുണ്ട്? 22. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ 8-ാം ഷെഡ്യൂളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? 22. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഹേഗ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ്, നെതർലൻഡ്. ചലിക്കുന്ന വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ അതിന്റെ ചലനം മന്ദഗതിയിലാകുന്നു. അപ്പോൾ ചെയ്ത ജോലി നെഗറ്റീവ് ആയിരിക്കും. ചലിക്കുന്ന വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ അതിന്റെ ചലനം മന്ദഗതിയിലാകുന്നു. അപ്പോൾ ചെയ്ത ജോലിയാണ് നെഗറ്റീവ്. ഭൂമിയുടെ പിണ്ഡവും ആരവും 1% കുറഞ്ഞാൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം വർദ്ധിക്കും. ഭൂമിയുടെ പിണ്ഡവും ആരവും 1% കുറഞ്ഞാൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം വർദ്ധിക്കും. 2 സമാന്തര തലം കണ്ണാടികൾക്കിടയിൽ നിരീക്ഷിക്കാവുന്ന ചിത്രങ്ങളുടെ എണ്ണം അനന്തമായിരിക്കും. 2 സമാന്തര തലം കണ്ണാടികൾക്കിടയിൽ നിരീക്ഷിക്കാവുന്ന ചിത്രങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? അനന്തമായിരിക്കും. ശാസ്ത്രീയ എന്ന ശാസ്ത്രീയ നൃത്തരൂപം ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണ്? അസം. ശാസ്ത്രീയ എന്ന നൃത്തരൂപം ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണ്? അസം. ഒരു ഹാൻഡ്ബോൾ ഗെയിമിന്റെ ഓരോ ടീമിലും എത്ര അംഗങ്ങളുണ്ട്? 7. ഒരു ഹാൻഡ്ബോൾ ഗെയിമിലെ ഓരോ ടീമിലും എത്ര അംഗങ്ങളാണുള്ളത്? 7 അംഗങ്ങൾ. ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർപെടുത്തുന്ന ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 50. അപ്പൊ ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്നും വേർപെടുത്തുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 50.
സംസ്ഥാന നയത്തിന്റെ മൗലിക അവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും ഭരണഘടനയുടെ മനസാക്ഷിയെ രൂപപ്പെടുത്തിയെന്ന് ജസ്റ്റിസ് കെ.എസ്. ഹെഗ്ഡെ നിരീക്ഷിച്ചത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി vs കേരള സംസ്ഥാനം. അതായത് സംസ്ഥാന നയത്തിന്റെ മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും ഭരണഘടനയുടെ മനസാക്ഷിയെ രൂപപ്പെടുത്തിയെന്ന് ജസ്റ്റിസ് കെ.എസ്. ഹെഗ്ഡെ നിരീക്ഷിച്ചത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി vs കേരള സംസ്ഥാനം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സമഗ്രത എന്ന വാക്ക് ചേർത്തിരിക്കുന്നത് ഏത് ഭേദഗതി പ്രകാരമാണ്? 42ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സമഗ്രത എന്ന വാക്ക് ചേർത്തിരിക്കുന്നത് ഏത് ഭേദഗതി പ്രകാരമാണ്? 42ാം ഭേദഗതി. ആമുഖത്തിൽ 42ാം ഭേദഗതി പ്രകാരം ഏതൊക്കെ വാക്കുകളാണ് വേറെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. അല്ലെ, ഏതൊക്കെ വാക്കുകളാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നീ 3 വാക്കുകളാണ് ആമുഖത്തില് ഉൾപ്പെടുത്തിയത്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിൽ അധികാര വിഭജനം കൈകാര്യം ചെയ്യുന്നതിനെ പറ്റി പറയുന്ന ഷെഡ്യൂളാണ് 7ാം ഷെഡ്യൂൾ. അതായത് ലിസ്റ്റുകളെ പറ്റി പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂളാണ് 7. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള അധികാര വിഭജനം കൈകാര്യം ചെയ്യുന്നതിനെ പറ്റി പറയുന്ന ഷെഡ്യൂളാണ് 7ാം ഷെഡ്യൂൾ. ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏത്? ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ ദേശീയ ഭാഷയില്ല. ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏതാണ്? ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ ദേശീയ ഭാഷയില്ല. സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. സംസ്ഥാന സർക്കാർ ആരിൽ നിന്നാണ് നിയമോപദേശം തേടുന്നത്? അഡ്വക്കേറ്റ് ജനറൽ. സംസ്ഥാന സർക്കാർ ആരിൽ നിന്നാണ് നിയമോപദേശം തേടുന്നത്? അഡ്വക്കേറ്റ് ജനറലിൽ നിന്ന്. ലോകായുക്ത ആർക്കാണ് രാജി സമർപ്പിക്കുന്നത്? ഗവർണർക്ക്. ലോകായുക്ത ആർക്കാണ് രാജി സമർപ്പിക്കുന്നത്? ഗവർണർക്ക്. കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ. കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതി തെളിമ. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത് 2013. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത് 2013. മനുഷ്യ മസ്തിഷ്കത്തിന്റെ പ്രധാന ചിന്താഭാഗമാണ് സെറിബ്രം. മനുഷ്യ മസ്തിഷ്കത്തിന്റെ പ്രധാന ചിന്താഭാഗം സെറിബ്രം. കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും, അതായത് 18 വയസ്സിൽ താഴെയുള്ളവർക്ക്, അവരുടെ വരുമാന നില പരിഗണിക്കാതെ സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ആരോഗ്യ കിരണം. കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും 18 വയസ്സിൽ താഴെയുള്ളവർക്ക് അവരുടെ വരുമാന നില പരിഗണിക്കാതെ സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. ഒരു നിശ്ചിത ഊഷ്മാവിൽ റൂട്ട് ശരാശരി സ്ക്വയർ RMS വേഗതയുടെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള വാതകം ഏതാണ്? ഹൈഡ്രജൻ. ഒരു നിശ്ചിത ഊഷ്മാവിൽ റൂട്ട് ശരാശരി സ്ക്വയർ വേഗതയുടെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള വാതകം ഏതാണ്? ഹൈഡ്രജൻ. ഒരു കാലത്ത് ജാതി വ്യവസ്ഥയുടെ കർശനമായ നിയമങ്ങളിൽ നിന്ന് സ്വയം ഒതുങ്ങിക്കഴിയുന്ന ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. അവർ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്ന കാലത്ത് ഒരു തൊട്ടുകൂടാത്തവൻ ഉപയോഗിച്ചിരുന്ന തോട്ടണ്ടി ഇലയുടെ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ച് ജാതി നിയമം ലംഘിച്ചു. ഈ സംഭവത്തിൽ അലോസരപ്പെട്ട് കുടുംബനാഥൻ അവളെ കൊന്നു. കൊല്ലപ്പെട്ട സ്ത്രീ ഒരു ദേവതയായി ഉയർന്നു വന്നിരിക്കണം എന്ന നിഗമനത്തിൽ ഗ്രാമവാസികൾ എത്തി. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലാണ് അവളുടെ തെയ്യങ്ങൾ അരങ്ങേറുന്നത്. ഈ വിവരണം ഏത് ദൈവവുമായി ബന്ധപ്പെട്ടതാണ്? മണക്കോട്ട് അമ്മ. ഒന്നുകൂടി പറയാം. ഒരു കാലത്ത് ജാതി വ്യവസ്ഥയുടെ കർശനമായ നിയമങ്ങളിൽ നിന്ന് സ്വയം ഒതുങ്ങിക്കഴിയുന്ന ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. അവൾ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്ന കാലത്ത് ഒരു തൊട്ടുകൂടാത്തവൻ ഉപയോഗിച്ചിരുന്ന തോട്ടണ്ടി ഇലയുടെ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ച് ജാതി നിയമം ലംഘിച്ചു. ഈ സംഭവത്തിൽ അലോസരപ്പെട്ട് കുടുംബനാഥൻ അവളെ കൊന്നു. കൊല്ലപ്പെട്ട സ്ത്രീ ഒരു ദേവതയായി ഉയർന്നു വന്നിരിക്കണം എന്ന നിഗമനത്തിൽ ഗ്രാമവാസികൾ എത്തി. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലാണ് അവളുടെ തെയ്യങ്ങൾ അരങ്ങേറുന്നത്. ഈ വിവരണം ഏത് ദൈവവുമായി ബന്ധപ്പെട്ടതാണ്? മണക്കോട്ട് അമ്മ. സോഷ്യലിസമാണ് ലോകത്തിന്റെ പ്രശ്നങ്ങളുടെയും ഇന്ത്യയുടെ പ്രശ്നത്തിന്റെയും പരിഹാരത്തിന്റെ ഏക താക്കോൽ. ആരാണ് ഇങ്ങനെ എഴുതിയത്? ജവഹർലാൽ നെഹ്റു. അപ്പൊ സോഷ്യലിസമാണ് ലോകത്തിന്റെ പ്രശ്നങ്ങളുടെയും ഇന്ത്യയുടെ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന്റെ ഏക താക്കോൽ. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയത് ഇന്ത്യയിലെ ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 2ാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ 2ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മഹലനോബിസ് മാതൃക.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഒഡീഷ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. പങ്കാളിത്ത സാമ്പത്തികത്തിലൂടെ ഇതരവും സുസ്ഥിരവും തുല്യവുമായ കൃഷിയുടെയും ഗ്രാമീണ വികസനത്തിന്റെയും അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിനുള്ള സാമ്പത്തികവും സാങ്കേതികവുമായ ഇടപെടലുകൾ, നവീകരണങ്ങൾ, സാങ്കേതികവിദ്യ സ്ഥാപനം വികസനം തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദൗത്യവുമായി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനമാണ് നബാർഡ്. കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നുള്ളൂ, ഇത് കുറെ അങ്ങ് വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ഒന്നുകൂടി പറയാം. പങ്കാളിത്ത സാമ്പത്തികത്തിലൂടെ ഇതരവും സുസ്ഥിരവും തുല്യവുമായ കൃഷിയുടെയും ഗ്രാമീണ വികസനത്തിന്റെയും അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിനുള്ള സാമ്പത്തികവും സാങ്കേതികവുമായ ഇടപെടലുകൾ, നവീകരണങ്ങൾ, സാങ്കേതികവിദ്യ, സ്ഥാപന വികസനം തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദൗത്യവുമായി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനമാണ് നബാർഡ്. GST കൗൺസിൽ ചെയർപേഴ്സൺ ആരാണ്? കേന്ദ്ര ധനമന്ത്രി. GST കൗൺസിൽ ചെയർപേഴ്സൺ ആരാണ്? കേന്ദ്ര ധനമന്ത്രിയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കുന്നത് ഭരണഘടനയുടെ ഏത് വ്യവസ്ഥ അനുസരിച്ചാണ്? 323A. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കുന്നത് ഭരണഘടനയുടെ ഏത് വ്യവസ്ഥ അനുസരിച്ചാണ്? 323A. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 338 വ്യവസ്ഥ ചെയ്യുന്നത് എന്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്? ദേശീയ പട്ടികജാതി കമ്മീഷൻ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 338 വ്യവസ്ഥ ചെയ്യുന്നത് എന്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? ദേശീയ പട്ടികജാതി കമ്മീഷൻ. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഹിന്ദി ഭാഷയുടെ വ്യാപനം പ്രോത്സാഹിപ്പിക്കുന്നതിന് യൂണിയനെ ചുമതലപ്പെടുത്തുന്നത്? ആർട്ടിക്കിൾ 351. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഹിന്ദി ഭാഷയുടെ വ്യാപനം പ്രോത്സാഹിപ്പിക്കുന്നതിന് യൂണിയനെ ചുമതലപ്പെടുത്തുന്നത്? ആർട്ടിക്കിൾ 351. പ്രോബ്ലം ഓഫ് റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് സൊല്യൂഷൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? BR അംബേദ്കർ. പ്രോബ്ലം ഓഫ് റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് സൊല്യൂഷൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? BR അംബേദ്കർ. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത് 2013 ജൂൺ 3. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത് 2013 ജൂൺ 3. ജീവശാസ്ത്രപരമായ തെളിവുകളും ക്രിമിനൽ അന്വേഷണത്തിലെ പ്രതിയും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലബോറട്ടറി സാങ്കേതിക വിദ്യയാണ് DNA ഫിംഗർ പ്രിന്റിംഗ്. ജീവശാസ്ത്രപരമായ തെളിവുകളും ക്രിമിനൽ അന്വേഷണത്തിലെ പ്രതിയും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലബോറട്ടറി സാങ്കേതിക വിദ്യയാണ് DNA ഫിംഗർ പ്രിന്റിംഗ്. നിങ്ങൾ ഒരാളെ പിന്തുടരാൻ ശ്രമിക്കുമ്പോൾ പേശികളിൽ അടിഞ്ഞുകൂടുന്ന രാസവസ്തു ക്ഷീണമുണ്ടാക്കുന്നു. ഏതാണ് രാസവസ്തു? ലാക്റ്റിക് ആസിഡ്. നിങ്ങൾ ഒരാളെ പിന്തുടരാൻ ശ്രമിക്കുമ്പോൾ പേശികളിൽ അടിഞ്ഞുകൂടുന്ന രാസവസ്തു ക്ഷീണം ഉണ്ടാക്കുന്നു. ഏതാണ് രാസവസ്തു? ലാക്റ്റിക് ആസിഡ്. ഏത് പ്രതിരോധ കോശങ്ങളെയാണ് സാധാരണയായി എയ്ഡ്സ് വൈറസ് ബാധിക്കുന്നത്? T ലിംഫോസൈറ്റുകൾ. ഏത് പ്രതിരോധ കോശങ്ങളെയാണ് സാധാരണയായി എയ്ഡ്സ് വൈറസ് ബാധിക്കുന്നത്? T ലിംഫോസൈറ്റുകൾ. ഏത് രോഗം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി സർക്കാർ വൻതോതിലുള്ള ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത്? ഫൈലേറിയ. ഏത് രോഗം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായിട്ടാണ് സർക്കാർ വൻതോതിലുള്ള ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത്? ഫൈലേറിയ. ഭയം അല്ലെങ്കിൽ ആവേശം സാധാരണയായി ഒരാളെ വേഗത്തിൽ ശ്വസിക്കാൻ ഇടയാക്കുകയും രക്തത്തിലെ CO2 സാന്ദ്രത കുറയുകയും ചെയ്യുന്നു. ഏത് വിധത്തിലാണ് ഇത് രക്തത്തിന്റെ pH മാറ്റുന്നത്? മാറ്റമില്ല. pHന് മാറ്റം ഉണ്ടാകുന്നില്ല. ഭയം അല്ലെങ്കിൽ ആവേശം സാധാരണയായി ഒരാളെ വേഗത്തിൽ ശ്വസിക്കാൻ ഇടയാക്കുകയും രക്തത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്ദ്രത കുറയുകയും ചെയ്യുന്നു. ഏത് വിധത്തിലാണ് ഇത് pHന്റെ അളവ് മാറ്റുന്നതെന്നാണ്. പക്ഷെ pHല് മാറ്റമില്ല. കല്ലമ്പലം എന്നറിയപ്പെടുന്ന ജൈന ദേവാലയമായ വിഷ്ണുകുടി ബസതി ഏത് ജില്ലയിലാണ്? വയനാട്. കല്ലമ്പലം എന്നറിയപ്പെടുന്ന ജൈവ ദേവാലയമായ വിഷ്ണുകുടി ബസതി ഏത് ജില്ലയിലാണ്? വയനാട്.